ആരായിരുന്നു കണ്ണകി ദേവി? കണ്ണകിയുടെ കഥ പറയുന്ന ഗ്രന്ഥം ഏതാണ്? ചിലപ്പതികാരമാണ് കണ്ണകിയുടെ കഥ പറയുന്ന ഗ്രന്ഥം. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോ വടികളാണ്. തമിഴ് ഇലിയഡ് എന്ന ചിലപ്പതികാരം അറിയപ്പെടുന്നു. എന്നറിയപ്പെടുന്നു ചിലപ്പതികാരം. കണ്ണകി ദേവി പരാശക്തിയാണ്, സാക്ഷാൽ പരാശക്തിയാണ്. അതുപോലെ തന്നെ കണ്ണകി ദേവി എന്ന് പറയുമ്പോൾ സൗന്ദര്യത്തിൻ്റെ പ്രപഞ്ചത്തിൽ കണ്ണകി ദേവിയുള്ള സൗന്ദര്യം ആർക്കും തന്നെയില്ല. അതുപോലെ കണ്ണകി ദേവി ചെറുപ്പത്തിൽ തന്നെ കോവലനുമായി പ്രണയത്തിലാകുന്നു. കോവലൻ എന്ന് പറയുമ്പോൾ ആ നാട്ടിലുള്ള ഒരു രത്നവ്യാപാരിയുടെ മകനാണ്. അദ്ദേഹവുമായി പ്രണയത്തിലാകുന്നു. ദീർഘകാലത്തെ പ്രണയത്തിനു ശേഷം കണ്ണകിയും കോവലനും വിവാഹിതരാകുന്നു. കണ്ണകിയും കോവലനും സസന്തോഷം ഭവനത്തിൽ കഴിയവേ കോവലൻ മാധവി എന്ന സ്ത്രീയുടെ നൃത്തം കാണാൻ ഇടവരുന്നു. ഈ സമയത്ത് കോവലൻ മാധവിയോടൊത്ത് താമസമാക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ പതിവ്രതാരത്നമായ തൻ്റെ പ്രിയപത്നി കണ്ണകി ദേവിയെ മറക്കുകയാണ്. പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞു. കോവലൻ്റെ സമ്പത്തെല്ലാം മാധവി നഷ്ടമാക്കി കളയുന്നു. പിന്നീട് കോവലൻ്റെ പക്കൽ ധനമില്ലെന്ന് മനസ്സിലാക്കി മാധവി കോവലനെ തൻ്റെ ഭവനത്തിൽ നിന്നും പുറത്താക്കുന്നു. ഈ സമയത്ത് അദ്ദേഹം തൻ്റെ പ്രിയതമയെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിന് കുറ്റബോധമുണ്ടാകുന്നു. പക്ഷേ എങ്കിൽ തന്നെ അദ്ദേഹം വളരെ വിഷമത്തോടെ തൻ്റെ പ്രിയതമയുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ കണ്ണകി ദേവിയുടെ അടുത്തേക്ക് കോവലനെത്തുകയാണ്. പക്ഷേ കണ്ണകി കോവലനെ ശാസിച്ചില്ല. വളരെ സ്നേഹത്തോടെ സ്വീകരിച്ചിരുത്തുന്നു. തൻ്റെ പ്രിയതമനെ സ്വീകരിച്ചിരുത്തുന്നു. അദ്ദേഹത്തിന് ഭക്ഷണം നൽകുന്നു. വേണ്ട രീതിയിൽ അദ്ദേഹത്തെ പരിചരിക്കുന്നു. കോവലൻ തൻ്റെ കുറ്റമെല്ലാം കണ്ണകിയോട് ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുന്നു. കണ്ണകി ദേവി കോവലന് മാപ്പ് നൽകുന്നു. അവർ വീണ്ടും സസന്തോഷം ജീവിച്ചു വരികയാണ്. ഈ സമയത്താണ് കോവലൻ രത്നവ്യാപാരത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പക്കൽ പണമില്ല. അദ്ദേഹം കണ്ണകിയുടെ ചിലമ്പുമായി നഗരത്തിലേക്ക് നിൽക്കാനായിട്ട് പോവുകയാണ്. ഈ സമയത്ത് മധുരയിലെ രാജാവിൻ്റെ പത്നിയുടെ ചിലമ്പ് മോഷണം പോയ സമയമായിരുന്നു. രാജഭടന്മാർ ചിലമ്പന്വേഷിച്ച് അങ്ങോളം ഓടി നടക്കുകയാണ്. ഈ സമയത്താണ് കണ്ണകിയുടെ ചിലമ്പുമായിട്ട് നിൽക്കുന്ന കോവലനെ അവർ കാണുന്നത്. അവർ കോവലനെ പിടികൂടി രാജസഭയിൽ എത്തിക്കുന്നു. സത്യം എന്തെന്ന് മനസ്സിലാക്കാൻ രാജാവ് തയ്യാറാകുന്നില്ല. ഇത് തൻ്റെ പ്രിയപത്നിയായ കണ്ണകിയുടെ ചിലമ്പാണെന്ന് കോവലന് ആവർത്തിച്ചു പറഞ്ഞിട്ടും അദ്ദേഹം അത് കേൾക്കാനേ മനസ്സ് കാണിക്കുന്നില്ല. നിരപരാധിത്വം തെളിയിക്കാൻ അവസരം നൽകാതെ കോവലനെ മധുര രാജാവ് നിർദ്ദയം വധിക്കുകയാണ്. ഇത് കണ്ണകി ദേവി അറിയുന്നു. കണ്ണകി ദേവിക്കുണ്ടായ ദുഃഖം ചെറുതൊന്നുമല്ല. കാരണം തൻ്റെ പ്രിയതമനായ കോവലൻ്റെ മരണം കണ്ണകിയിലുണ്ടായ ദുഃഖം ചെറുതല്ല. അത് കണ്ണകി ദേവി നേരെ മധുര രാജാവിൻ്റെ സന്നിധിയിലേക്ക് അവിടെ ചെല്ലുന്നു. തൻ്റെ പതിയുടെ ദേവരാധിത്വം കണ്ണകി ദേവി മധുര രാജാവിനെ ബോധ്യപ്പെടുത്തുകയാണ്. സത്യം പറയുമ്പോൾ രാജാവ് കുറ്റബോധത്താൽ അദ്ദേഹം തളർന്നു വീഴുന്നു. കോപാകുലയായ കണ്ണകി ദേവി ആ മധുര രാജ്യത്തെ ശപിക്കുകയാണ്. മധുരയെ ശപിക്കുന്നു. കണ്ണകിയുടെ ഘോരമായ കോപത്താലും ശാപത്താലും മധുര ഭസ്മമായിട്ട് മാറുകയാണ്. മധുര നിന്ന് കത്തുകയാണ്. ഈ സമയത്ത് മധുര മീനാക്ഷി ദേവി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. കണ്ണകിയോട് ശാന്തയാകാൻ അപേക്ഷിക്കുകയാണ്. കണ്ണകി ശാന്തയാകുന്നു. തുടർന്ന് കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോവുകയാണ്. കണ്ണകി ദേവി തൻ്റെ ശാപത്തിൽ നിന്നും പിഞ്ചു കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും അബലരെയും വൃദ്ധരെയും അതുപോലെ നന്മകൾ പ്രവർത്തിക്കുന്നവരെയൊക്കെ കണ്ണകി ദേവി തൻ്റെ ശാപത്തിൽ നിന്ന് ഒഴിവാക്കി. നേരെ കണ്ണകി കൊടുങ്ങല്ലൂരിലെത്തുകയാണ്. കൊടുങ്ങല്ലൂരിലെത്തുമ്പോൾ കണ്ണകി പരാശക്തിയായി വിലയം പ്രാപിക്കുകയാണ്. കണ്ണകി എന്നത് സാക്ഷാൽ പരാശക്തി തന്നെയാണ്. പിന്നീട് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ വെച്ച് കണ്ണകി പരാശക്തിയിൽ ലയിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന 3 കണ്ണകി ക്ഷേത്രങ്ങളാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, അതുപോലെ തന്നെ
മംഗളാദേവി ക്ഷേത്രം. അതുപോലെ കണ്ണകിയുടെ പ്രതിമ എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണകിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മറീന ബീച്ച്, ചെന്നൈയിലുള്ള മറീന ബീച്ചിലാണ് കണ്ണകിയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കണ്ണകിയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ആറ്റുകാൽ ദേവീക്ഷേത്രത്തിലാണ്.